പോട്ടെ, ഞങ്ങൾ ആ നടയിൽ തന്നെ ഇരിപ്പുണ്ട്. മലയാളി ഈ ടി വി ഓണാകുന്നില്ല. ഓടി കയറി ആൻറ്റീനെ ഒന്ന് കറക്കാം. ആ ഏണി എടുത്തു കൂടാ, ഇയാൾ കയറിക്കോളൂ. മലയാളി ശരിയായ നോക്ക്. ആണ്ടാ മലയാളി, ഞാൻ ആന്റിനെ തിരിക്കുകയാണേ. ശരിയായ നോക്കണം. മലയാളി ടി വി ശരിയായ നോക്കിയാണ്. ചന്ദ്ര, ജോലി കിട്ടിയല്ലേ? ചെലവ് ചെയ്യണം കേട്ടാ. മുതലാളി നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വരൾച്ച നേരിടുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പരസ്പരം സഹകരിച്ച് ഒരു ബഹുമുഖ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് മനോഹര ഈ പ്രബളെ താണ്ട പേർഷക്കാരും വന്നിരിക്കുന്നു. നീ വന്നിറങ്ങണ നമ്മള് കണ്ടു കേട്ടാ. നീ എപ്പോ തിരിച്ചു പോണു? എന്തിനാണത്? ഒരു ഗൾഫുകാരൻ നാട്ടിൽ വന്ന് അപ്പ ചോദിക്കുക എപ്പോഴും തിരിച്ചു പോണെന്ന്. എല്ലാവരും എന്തൊരു ചോദിക്കല്ലേ അപ്പി? ഇന്നലെ ചേച്ചി അതാ നീ കയറി അണ്ടാ, ഇത് ഞാൻ അണ്ണനെ കൊണ്ടുവന്ന കേട്ടാ. എനിക്കാടേ ഇത് കുത്തിയിടുന്ന തന്നെ. ഓ കൊള്ളാം കേട്ടാ. അയ്യോ, തെങ്ങിന്റെ മണ്ട വരെ കിട്ടണ കേട്ടാ. അല്ല പറയണ ആണാ? നിങ്ങൾ ഇത് കിട്ടിയ ഉപകാരായി. ഇവിടെ ഉള്ളതിന്റെ വിലമന്റ് പോയി കിടക്കുക. അയ്യോ, എനിക്കിട്ടായിരുന്ന ചന്ദ്ര എവിടെ? എനിക്കൂടെ ഓർമ്മ അണ്ണ ഇത് അവിടെ പോയി കിടന്ന നമ്മളെ മനോഹരം വന്നു. അവന്റെ കൂടി സംസാരിച്ചോണ്ടിരിക്കുന്നു. ലക്ഷങ്ങളുടെ അവൻ തിരിച്ചു പോണ ഓടില്ല കേട്ടാ. ഇപ്പൊ വരാന്ന എങ്ങോട്ട്? ആ ചന്ദ്ര എവിടെ പോയെന്നറിയാം. അവൻ പെണ്ണിനെ കാണാൻ പോവാൻ. ഈ പയലിന് അടികൊണ്ട് 100 ചന്ദ്ര. ചന്ദ്ര, നീ ഇപ്പൊ എവിടെ പോണേന്ന്? ഞാൻ എന്റെ പെണ്ണിനെ കാണാൻ പോയി. നിനക്ക് പോണേ പകല് പോയപ്പോരെ, രാത്രി പോണത് പോക്കിത്തരാണ് കേട്ടാ. ഒന്ന് പോവണ്ണ, എനിക്ക് കെട്ടിച്ചേരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അണ്ണൻ പോയാ ബാക്കി ഇരിക്കണം താടി. അവളെ തണ്ടപ്പടി പറയണത് ഓർമ്മയുണ്ടല്ലോ. നിനക്ക് കാര്യശേഷി കുറവാണെന്ന്. ഓരോരുത്തരും നീ പൂര വിറ്റും. അങ്ങനെ എന്റെ മാമനായതുകൊണ്ട് പറയണമല്ല. ഭൂലോക ചെറ്റയാണ്. ഇടിച്ചിന്റെ കൂമ്പ് പാട്ടുകളെയും. വരണടുത്ത് വെച്ച് കാണാന്ന്. എനിക്ക് അവളെ ഇപ്പൊ കണ്ടേ വെക്കൂ. മറ്റേക്ക് മാറ്റി വെച്ചിട്ടല്ലേ ചന്ദ്ര. റവന്യൂ ഇന്റലിജൻസിന്റെ പ്രവർത്തനത്തിൽ ഇടപെടുന്ന വ്യക്തമാണ്. ന്യൂഡൽഹിയിൽ വാർത്താലേഖകരുമായി അതങ്ങ് പോയാ ഒരു കാഞ്ചി വീട്ടിൽ പോയി. അവള് ചോദിച്ചാൽ ഇപ്പൊ വരുമെന്ന് പറയാം. മൂത്ത ഓരോരുത്തരൊക്കെ കുറച്ച് ആരെയും മരിച്ചു കയറ്റി. നീ എന്തൊരു ഭാവിച്ചാണ്? അണ്ണ നിങ്ങൾ ആര് വിളിച്ച്? നിങ്ങൾ വീട്ടിൽ പോണ? നീ എങ്ങോട്ട് പോവല്ലെന്ന് നിനക്ക് അറിയാലോ. അമ്മച്ചി
ഇതൊക്കെ നേരത്തെ കിടന്നു ഒരു ടി വി അങ്ങനെ വാങ്ങിച്ചു വെച്ചോടി ആരുമില്ല നമുക്ക് തിരിച്ചു പോവാം. അണ്ണാ നിങ്ങൾ എന്താണ് എന്റെ പേരെ കിടക്കണത്? നിങ്ങൾ വീട്ടിൽ പോയി. ഇത് അങ്ങേരന്റെ മാവൻ. എന്റെ അണ്ണാ നിങ്ങൾ ഒന്നുമില്ല മിണ്ടാതെ ഇവിടെ ഇല്ലേ? അല്ലെങ്കിൽ വീട്ടിൽ പോ. ഇതെന്തിന് തെങ്ങി കയറാൻ പോണ? പണ്ട് പുല്ല് മാമാ മാമ പിടിച്ചു പിടിച്ചു മാമന് വഴുതെറ്റി മുടിഞ്ഞതേറി. ആ ചന്ദ്ര എന്നെ ഒന്ന് പിടിച്ചെണീപ്പില്ലടാ. മാമന് വഴിതെറ്റിയ നമ്മളെ ഭാഗ്യം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ മാമ നാറിയാണെന്ന്. ചന്ദ്ര മാമ ടോർച്ച് കത്തണ എണ്ണ മനോഹരം പേർഷയെന്ന് വന്നപ്പോ തന്നെയാണ് മാമ. ഇന്നായിരുന്നു ഉദ്ഘാടനം. എന്തായാലും നല്ല ഐശ്വര്യമുള്ള ടോർച്ച്. എന്താ ഓ ഒന്നുമില്ലടേ. നീ എന്തിടെ ഇവിടെ? ഞാൻ ചേച്ചി പറഞ്ഞിട്ട് നിങ്ങൾ അന്വേഷിച്ചിറങ്ങിയത്. ഓ ചന്ദ്രബോസോടെ വേണോ? എനിക്ക് അറിഞ്ഞൂടെ. ഡേ നമ്മളെ ആ പല്ല് ഡോക്ടർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാടേ. എന്ത്? ഒന്നുമില്ല, ഞങ്ങൾ ഒന്നിച്ച് പള്ളിക്കൂടത്തിൽ പഠിച്ചാണ്. അന്ന് ഞാനായിരുന്നു മോണിറ്റർ. അവള് വിചാരിക്കും ഞാൻ ഫിറ്റാണെന്ന്. അയ്യോ എന്തൊരു പറ്റിയത്? മുഖം ഒരുമാതിരി ഇരിക്കണല്ലേ? ഒന്നുമില്ലടി, നീ കുറച്ച് ചൂടുകളാണത്. ടോർച്ചിന് പവർ ഉണ്ടോ? പിന്നെ ഭയങ്കര പവർ. കൊണ്ടുപോയി കുത്തി വെക്കട്ടെ. ഇതും കൂട്ടി 4ാമത്തെ തവണയാണ് മുതലാളിയെ കാണാൻ ഞാൻ ഈ മുറിയിൽ വരണത്. തൊഴിലാളികളുടെ ശമ്പള കാര്യമാണ്. പിടിച്ചിരിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണല്ലോ മുതലാളി അവരിപ്പോ. മനസ്സിലായി മനസ്സിലായി. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. തൊഴിലാളികൾക്ക് ഇപ്പൊ കിട്ടുന്ന ശമ്പളം ഇരട്ടിയാക്കണം. നിങ്ങൾ കരഞ്ഞുകൂടാത്ത കൊണ്ടാ കമ്പനി ഭയങ്കര ലൂസിലാ. മുടക്കിന പൈസ പോലും തിരുപ്പി കിടക്കണേ. ഒന്നാമതൊരു വലിയ കമ്പനി ഒന്നുമല്ല സാർ. കഴിഞ്ഞ 2 മാസമായി അനപ്പിനലോട് ഇതുവരേക്കും ബിസിനസ് ആവലെ. കോയമ്പത്തൂരിലെ ഗോഡമുള്ള കെട്ടിക്കിടക്കണ. ഇതാണ് സാർ സിറ്റുവേഷൻ. മുതലാളിക്ക് ഇനിയും മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ പറയാം. 10-80 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഫാക്ടറി ഇവിടെ ആരംഭിക്കുമ്പോൾ ഇവിടെ വിദ്യാലയങ്ങളുണ്ടായിരുന്നില്ല. ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇവിടെ പള്ളിക്കൂടങ്ങളുണ്ടായി. ചിലരെങ്കിലും ബസ്സുകളിൽ കയറി കോളേജുകളിൽ പോയി പഠിച്ചു. അതായത് പണ്ടത്തെ തൊഴിലാളികളല്ല, ഇപ്പോഴത്തെ തൊഴിലാളികൾ. മുതലാളി അവരെ പഴയ അളവുകൾ വെച്ച് അളക്കാൻ നിൽക്കരുത്. ഇപ്പോൾ ഈ കമ്പനിക്ക് എത്ര വിറ്റ് വരവുണ്ടെന്നും അതിലെത്ര ചെലവുണ്ടെന്നും എനിക്കറിയാം. അതൊന്നും മുതലാളി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. തൊഴിലാളികൾക്ക് ഇപ്പൊ കിട്ടുന്ന ശമ്പളം ഇരട്ടിയാക്കണം. ഇല്ലെങ്കിൽ നിവർത്തി കെട്ടാൽ അവരെത്രയും വേഗം ഒരു സമരത്തിലേക്ക് പോകും. അപ്പോൾ
ഇപ്പോഴും 1-2 പേർ അവിടെ കിടക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ വാശി പിടിച്ചാൽ എപ്പടി സാർ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപോലെ നടക്കട്ടെ. സമരമെങ്കിൽ സമരം. ഞാൻ കമ്പനി പൂട്ടിയിടാം. പൂട്ടിയിട്ട കമ്പനിക്ക് മുന്നിൽ നിങ്ങളും നിങ്ങളുടെ ആളുകളും സമരം ചെയ്യും.